സ്വപ്നങ്ങളുമായി ജീവിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ US പോകാൻ കാത്തിരിക്കുന്ന ആളുകൾക്ക് തിരിച്ചടി നൽകുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം US നിന്നും വന്നത്. അന്താരാഷ്ട്ര മാധ്യമമായ ദ വാൾ സ്ട്രീറ്റ് ജേണലാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്താണ് US കൊണ്ടുവന്ന പുതിയ പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, $1,00,000 ബോണ്ടായി ഏർപ്പെടുത്തും. ആർക്കാണെന്ന് ചോദിച്ചാൽ ഗ്രീൻ കാർഡ് അപേക്ഷകർക്ക്. അപ്പം US ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കർശനമായ കുടിയേറ്റ നിയമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം നീക്കങ്ങൾ വന്നത് തന്നെ. അതുപോലെ നിയമപരമായ കുടിയേറ്റം, അതുപോലെ കുടിയേറ്റക്കാർക്ക് സാമ്പത്തിക വരുമാനമുണ്ടെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. നിലവിൽ ഇതൊരു നിർദ്ദേശം മാത്രമാണ്, നിയമമായിട്ടില്ല, അല്ലെങ്കിൽ ഒന്നും പ്രാബല്യത്തിൽ വന്നിട്ടില്ല, മെമ്മോ ഒന്നും വന്നിട്ടില്ല. എന്നാൽ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ ഇത്തരം ചർച്ചകൾ നടക്കുന്നുവെന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. ആദ്യഘട്ടത്തിൽ ഇതൊരു പൈലറ്റ് പ്രോഗ്രാമായിട്ട് മാത്രം ആരംഭിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ചില രാജ്യങ്ങളിൽ ഒരു സാമ്പിൾ പോലെ നടത്തി നോക്കിയിട്ട് മുഴുവൻ രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിക്കാനുള്ള ഒരു നടപടിക്രമങ്ങളായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിൽ ഇന്ത്യൻസിനെ ബാധിക്കുമെന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് വ്യക്തത വന്നിട്ടില്ല. ഇതൊരു നിർദ്ദേശം പോലെ വന്നിട്ടുള്ളൂ. വൈറ്റ് ഹൗസിൽ അത് ഉദ്യോഗസ്ഥർക്കിടയിൽ നടക്കുന്ന ചർച്ചയെക്കുറിച്ചാണ് വാൾ സ്ട്രീറ്റിൽ വന്നിട്ടുള്ള റിപ്പോർട്ട് പറയുന്നത്. ഇത് ഒരു നിയമമായിട്ട്, ഒരു നയമായിട്ട് വരികയാണെങ്കിൽ ആദ്യം ബാധിക്കാൻ പോകുന്നത് തീർച്ചയായും ഇന്ത്യൻസിനെ വളരെ ഗൗരവകരമായിട്ട് ബാധിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻസാണ് കൂടുതൽ H1B വിസ പോലുള്ള വഴികളിലൂടെ അവിടേക്ക് കുടിയേറ്റം നടത്തുന്നത്. എനിക്ക് തോന്നുന്നു 70% ആളുകളും അവിടെ ഇന്ത്യക്കാർ തന്നെയാണ്. അതെ, അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യക്കാരെ കൂടുതലായിട്ട് ബാധിക്കും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ ഇത് എത്രത്തോളം ബാധിക്കും എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. അത് കൂടുതലായിട്ട് ഇപ്പോൾ വരാൻ പോകുന്നത് ഹൈ റിസ്ക് കൺട്രീസിൽ ഇത് തുടക്കത്തിൽ ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കും. അതൊരു പൈലറ്റ് പ്രോഗ്രാം പോലെ അങ്ങനെയാണ് പറയുന്നത്, ഉദ്യോഗസ്ഥർ പറയുന്നത്. അതിനുശേഷം അതിൻ്റെ വിജയവും അതിൻ്റെ ഇവാലുവേഷനും എല്ലാം കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കും. മറ്റുള്ള രാജ്യങ്ങളിലേക്കും, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വരും എന്ന് വിചാരിക്കാം. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് US ഡിപ്പെൻഡൻറ്റ് വിസയിൽ ഫാമിലി റീയൂണിഫിക്കേഷൻ വഴി പോകാൻ കാത്തു നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചത് പ്രശ്നമായിരിക്കും. അതുപോലെ തന്നെ കുറഞ്ഞ വരുമാനമുള്ള ആളുകൾ അങ്ങോട്ട് പോകൽ പ്രയാസമായിട്ടിരിക്കും. അതുപോലെ ഇങ്ങനത്തെ ഹൈ റിസ്ക് കൺട്രീസായിട്ട് US കരുതുന്ന വിഭാഗങ്ങൾ അവരും പ്രശ്നത്തിലാകാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ വിസ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇന്ത്യൻ കോൺസുലേറ്റിൽ വന്ന് ഈ ഗ്രീൻ കാർഡ് അപേക്ഷ നൽകി വരാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അറിയില്ല, അവർക്കും അതിൻ്റേതായിട്ടുള്ള റിസ്ക് സാധ്യതകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ ഉറപ്പിച്ച് പറയാനുള്ളൊരു സമയമായിട്ടില്ല. പക്ഷേ വരും നാളുകൾ വളരെ നിർണായകമാണ്. ഇത്തരത്തിലുള്ളൊരു ചർച്ച വളരെ ഗൗരവത്തോടു കൂടിയിട്ട് വൈറ്റ് ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ പറഞ്ഞിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ പോയി അപേക്ഷ സമർപ്പിക്കുന്നവർക്കായിരിക്കും ഈ ബോണ്ട് ബാധകമായി വരുന്നത്. US ഇത് ബാധകമായിട്ട് വരുമെന്ന് നമുക്ക് അറിയത്തില്ല. പിന്നെ ഇന്ത്യക്കാരെ സംബന്ധിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ബാക്ക്ലോഗ് ഭയങ്കര കൂടുതലാണ്. അതായത് ഇപ്പം ചിലപ്പം ഉദാഹരണത്തിന് 2012 ആയിരിക്കും പ്രോസസ്സ് ചെയ്യുന്നത്. അത് 5 വർഷം കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞിട്ടായിരിക്കും ഇവർക്ക് പൗരത്വം ലഭിക്കുന്നത്. അതും കഴിഞ്ഞേ ഇവർ ഈ സമർപ്പിച്ച തുക തിരികെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇത് സംബന്ധിച്ചൊന്നും ഒരു വ്യക്തത ഇതുവരെ വരുത്തിയിട്ടില്ല. ഇതിലിപ്പോൾ സംഗതി എന്താണെന്ന് വെച്ചാൽ ബോണ്ടായിട്ടാണ്, ഫീസല്ല, ബോണ്ടാണ്. അപ്പോൾ തിരിച്ചു തരുമെങ്കിൽ പോലും ഇത് 4-5 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം കിടക്കുന്നത് അവിടെയാണ്. $1,00,000 എന്ന് പറയുമ്പോൾ 90 ലക്ഷത്തിന് മുകളിൽ അത്രയും വലിയൊരു എമൗണ്ടാണ് വരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്നാണെങ്കിലും വേറെ ഏത് രാജ്യത്തു നിന്നാണെങ്കിലും അങ്ങോട്ട് US പോകുന്ന ആളുകൾക്ക് അവിടെ ജീവിക്കാനുള്ള അവസ്ഥയുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ട് നോക്കുന്നത്. അതായത് അവിടെ പോയി നിങ്ങളൊരു നല്ല ജോലി സമ്പാദിച്ച് ജീവിക്കാനുള്ള പ്ലാൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് അവിടെ അതൊന്നും ഇല്ലാതെ തന്നെ ജീവിക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കണം. ഇതാണ് അവരുടെ ഒരു നയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നം, വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻ സ്റ്റുഡൻസിനും അതുപോലെ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർക്കൊന്നും അങ്ങോട്ട് എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റില്ല. ഇതും അപ്പോൾ നമ്മൾ സാധാരണ കാണാറുള്ള ഇമിഗ്രേഷൻസ്, ഈ കുടിയേറ്റം എന്ന് പറയുമ്പോൾ വിദഗ്ധ തൊഴിലാളികൾ, അതുപോലെ സാധാരണ ലേബർ ചെയ്യുന്ന ആളുകൾ, ഇവരൊക്കെ സ്വീകരിക്കുന്നതാണ് സാധാരണ ഇന്ന് വരെ നമ്മൾ കണ്ടുവന്നിട്ടുള്ള സാധാരണ കുടിയേറ്റങ്ങളുടെ ഒരു സ്വഭാവം. ട്രംപ് ഭരണകൂടത്തിന് മുന്നേ വരെ അതെ.
അതിപ്പോൾ ഗൾഫിലേക്കാണെങ്കിലും വേറെ ഏത് രാജ്യങ്ങളിലേക്കാണെങ്കിലും ഇങ്ങനെയാണ് വിദഗ്ധ തൊഴിലാളികളെയും അതുപോലെ തന്നെ സാധാരണ തൊഴിലാളികളെയും കുടിയേറ്റത്തിനായിട്ട് ക്ഷണിക്കുന്നു. അവരുടെ ആ ലേബർ ഉപയോഗിച്ചുകൊണ്ട് ആ ഗ്രോത്ത് ഉണ്ടാക്കുന്നതാണ് സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നടക്കുന്നത് ഏതാണ്ടൊരു നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ ക്ഷണിക്കുന്ന മൈഗ്രേഷൻ, അവരുടെ ഒരു മൈഗ്രേഷന് വേണ്ടി ക്ഷണിക്കുന്ന രാജ്യങ്ങളുണ്ട്. ഗൾഫിലാണെങ്കിലും മറ്റേ പടിഞ്ഞാറൻ രാജ്യങ്ങളിലാണെങ്കിലും ഇങ്ങനെ ഇൻവെസ്റ്റേഴ്സിനെ ക്ഷണിക്കുന്ന ഒരു ഇതുണ്ട്. US തന്നെ ഇതിന്റെ ഇടയ്ക്ക് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് US ഗോൾഡ് കാർഡ് എന്ന് പറയും. അതായത് ട്രംപ് ആദ്യ അധികാരത്തിലെത്തിയപ്പോൾ കൊണ്ടുവന്ന ഒരു പദ്ധതിയായിരുന്നു. അതുപോലെ ഉള്ള പദ്ധതികളിൽ വളരെ സമ്പന്നരായ ആളുകളെ അങ്ങോട്ട് ക്ഷണിക്കുക, അവിടെ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങുക. ഇത് പക്ഷേ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല വാങ്ങുന്നത്, ഇവരുടെ ലേബർ വാങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് ക്ഷണിക്കുന്നത്. അവരുടെ കയ്യിൽ നിന്നാണ് ഈ ബോണ്ട് വാങ്ങിക്കുന്നത്. ഇതിൽ വലിയൊരു എന്താ പറയുക, ഒരു അനീതിയുടെ ഒക്കെ ഒരു അംശം കിടക്കുന്നുണ്ടെന്ന് പറയാം. പക്ഷേ ഇത് നടപ്പാക്കി കഴിഞ്ഞാൽ നമുക്കതിൽ ചോദ്യം ചെയ്യാലോ കാര്യങ്ങൾ പിന്നീട് കോർട്ടിൽ പോലും കാര്യങ്ങളൊക്കെ വേറെ കിടക്കുന്നുണ്ടാകും. പക്ഷേ ഇത് വലിയൊരു തിരിച്ചടിയായിട്ട് നമുക്ക് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ നിലവിൽ ഇതൊരു നിർദ്ദേശം മാത്രമാണ്. ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പോലും പുറത്തുവിട്ടിട്ടില്ല. അപ്പോൾ വാൾസ്ട്രീറ്റ് ജേർണലിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊരു ചർച്ചകൾ ട്രംപ് ഭരണകൂടത്തിൻ്റെ ഉള്ളിൽ നടക്കുന്നു എന്നതാണ്. ഇനി നമുക്കൊരു കാര്യം നോക്കാം. ഇപ്പം മുൻപ് H-1B വിസയുമായി ബന്ധപ്പെട്ട് $1,00,000 ഫീസ് ഏർപ്പെടുത്തിയത്, അത് ഫീസ് എന്ന് പറഞ്ഞാണ് ഏർപ്പെടുത്തിയത്. അപ്പം ആ കേസിൽ കോടതി വിധി പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന്റെ അനുമതി ഇല്ലാതെ ഒന്നും തന്നെ പ്രസിഡന്റിന് ചെയ്യാൻ കോൺഗ്രസിന്റെ അനുമതി വേണമെന്നായിരുന്നു. അത് എന്താണെങ്കിലും അതിന് മറികടക്കാൻ ആയിരിക്കണം ഒരുപക്ഷെ നമുക്ക് സംശയിക്കാവുന്ന ഒരു കാര്യം, ബോണ്ട് ഏർപ്പെടുത്തുന്നതിൻ്റെ ഒരു പിന്നിലുള്ള സംഗതി ഒരുപക്ഷെ അതായിരിക്കാം. കാരണം ബോണ്ട് ആകുമ്പോൾ തിരിച്ചു കൊടുക്കുന്ന അമൗണ്ടാണ്, ഫീസല്ല. അപ്പോൾ അത് ഈ സുപ്രീം കോർട്ടിൻ്റെ ഇടപെടലുകൾ അത് ഭാവിയിൽ വരാനുള്ള നിയമ പ്രശ്നങ്ങളൊക്കെ മറികടക്കാനുള്ള ഒരു സാധ്യത തേടുന്നതായിരിക്കാം. നമുക്ക് ഉറപ്പിച്ച് പറയാൻ വയ്യ, ഒരുപക്ഷെ അതൊരു സാധ്യത ആയിരിക്കാം എന്ന് കരുതാം. പക്ഷെ എന്നാലും ഇപ്പോൾ ലഭിക്കുന്ന ഒരു തുക അധിക നികുതിയായിട്ട് തന്നെയല്ലേ ചെല്ലുന്നത്. ബോണ്ട് എന്നവർ പേര് പറയുന്നെങ്കിലും മറ്റേത് ഫീസ് എന്ന് പറഞ്ഞെങ്കിലും അത് ഒരധിക വരുമാനമായിട്ടല്ലേ. പക്ഷെ ഇത് തിരിച്ചു കൊടുക്കുന്ന എമൗണ്ട് ആയതുകൊണ്ട് ഒരുപക്ഷെ നമുക്കറിയില്ല, അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നിയമവിദഗ്ധർ പറയേണ്ട കാര്യമാണ്. ഇത് തിരിച്ചു കൊടുക്കുന്ന എമൗണ്ട് ആണല്ലോ. ഇപ്പം എനിക്ക് തോന്നുന്ന ഒരു കാര്യം, എങ്ങനെയെങ്കിലും കുടിയേറ്റക്കാരെ തടയുക. അതായത് ആവശ്യമില്ലാത്തവരാരും US വരണ്ട. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇൻവെസ്റ്റേഴ്സോ അല്ലെങ്കിൽ അത്രയും ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം വന്നാൽ മതി. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഭരണകൂടം എത്തി, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലേക്കാണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു പോക്ക് പോകുന്നത്. കാരണം വിദ്യാർത്ഥികൾക്ക് പ്രതികൂലമായിട്ട് തന്നെ ഫീസും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്ക് ലോൺ എടുക്കുന്ന സമുദായത്തിലൊക്കെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. H-1B വിസയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അതിലും നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം അതിനുശേഷമാണ് ഈ ഗ്രീൻ കാർഡിലേക്ക് ട്രംപ് ഭരണകൂടം തിരിഞ്ഞത്. നേരത്തെ ഇങ്ങനെ ബോണ്ടും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. ഫീസ് കൊടുക്കുക, കാത്തിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. പക്ഷെ ഇപ്പം ഈ ബോണ്ട് എന്ന് പറയുമ്പം എത്ര പേർക്ക് ഈ ഒരു തുക ആദ്യമേ കെട്ടിവെച്ച് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് അറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ US ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ഓരോന്നിനും ചിലപ്പോൾ പല ഘട്ടമായിട്ടായിരിക്കും ഫീസ് അടയ്ക്കേണ്ടത്. ചിലപ്പോൾ ഇപ്പം കുറവാണെങ്കിൽ നാളെ കൂട്ടും. പിന്നെ അവിടുത്തെ ജീവിത ചെലവും എല്ലാം കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ ഇതിപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മൈഗ്രേഷൻ്റെ സ്വഭാവം പോലെയാണ് കിടക്കുന്നത്. കാരണം വലിയ സംഖ്യയൊക്കെ ചിലവാക്കാൻ കഴിവുള്ള വലിയ സമ്പന്നർക്ക് മാത്രം കുടിയേറ്റം അനുവദിക്കുക. അപ്പോൾ അവർ പോയിട്ട് എടുക്കുന്ന ലേബർ എന്തായിരിക്കും, ഇതൊക്കെ വളരെ അവ്യക്തമാണ്. കാരണം H-1B വിസയിൽ പോകുന്ന ആളുകളൊക്കെ അതിസമ്പന്നരാണെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. ഇത്രയും വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് വെച്ചിട്ട് ഇപ്പോൾ ഭാര്യയെ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ മക്കളെ കൊണ്ടുപോകാനോ ഒക്കെ ഇത്രയും വലിയ സംഖ്യകൾ വെക്കണമെങ്കിൽ അയാൾ അതിസമ്പന്നനായിരിക്കണം. അത്രയും സമ്പത്തുള്ള ഒരാൾ എന്തിനാണ് ഇങ്ങനെ ഒരു കുടിയേറ്റം നടത്തിയിട്ട് അവിടെ, അപ്പോൾ അയാളവിടെ ഇൻവെസ്റ്റ്മെൻറ്റിന് പോകുന്ന, നിക്ഷേപം നടത്താൻ പോകുന്ന വലിയ ഒരു സമ്പന്നനായിരിക്കും, ഇന്ത്യൻ സമ്പന്നനായിരിക്കണം. ഇന്ത്യയെ സംബന്ധിച്ച്, അവരെ സംബന്ധിച്ച് $1,00,000 അതേ അളവല്ല നമുക്കത് വലിയൊരു തുകയാണ്. അപ്പോൾ ഇതൊക്കെ എത്രത്തോളം പ്രാക്ടിക്കലാണ്, ഇതിന് ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ കിടക്കുന്നുണ്ട്. എങ്ങനെയാണിത് ഉദ്ദേശിക്കുന്നത്, എന്താണ് ട്രംപ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് അറിയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ചർച്ചകളൊക്കെ ആരംഭിച്ച സ്ഥിതിക്ക് എന്തായാലും ട്രംപ് ഭരണകൂടം ഈ നീക്കമായിട്ട് മുന്നോട്ട് വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ ഇപ്പോൾ ഫീസുകളും കൂട്ടാൻ ആലോചിക്കുന്നുണ്ട് ട്രംപ് ഭരണകൂടം. അതായത് പൗരത്വത്തിനുള്ള അപേക്ഷാ ഫീസ് നേരത്തെ പേപ്പർ വർക്കുകൾക്കായിട്ട് $760 ആയിരുന്നു. ഇപ്പം അത് $1,330 ഉയർത്താൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. ഇനി ഓൺലൈൻ അപേക്ഷകൾക്കാണെങ്കിൽ $710 ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അത് 1,280
ഉയർത്തുമെന്നും പറയുന്നുണ്ട്. അപ്പം ഫീസുകളും എല്ലാം ഉയർത്തിക്കൊണ്ട് വരികയാണ്. എന്താണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് ഒരു വലിയ കുടിയേറ്റ ചോദ്യം. വിരുദ്ധത എന്നല്ലാതെ ഇതിന് വേറെ വലിയ വിശദീകരണമൊന്നുമില്ല. വലിയ വിശദീകരണമൊന്നും കൊടുക്കാൻ മാത്രം ഉള്ള വിഷയമില്ല. ട്രംപിനെ സംബന്ധിച്ച് കുടിയേറ്റ വിരുദ്ധത ട്രംപിൻ്റെ ഒരു നയമാണ്, അദ്ദേഹത്തിൻ്റെ ഒരു മനോഭാവം കൂടിയാണ്. അപ്പോൾ അതിലപ്പുറത്തേക്ക് ഇതിന് പ്രത്യേകിച്ച് വലിയ ലക്ഷ്യങ്ങളോ വലിയ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളോ ആലോചനകളോ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ ഞാനിങ്ങനെ ആലോചിക്കുമ്പോഴേ, ഞാനിങ്ങനെ ഈ വിസ ഒക്കെ നിയമങ്ങളൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നു, അതായത് ഈ കുടിയേറ്റക്കാരില്ലെങ്കിൽ US ഉണ്ടോ? US ഇല്ല. US തന്നെ കുടിയേറ്റക്കാരുടെ നിർമ്മിച്ചതാണ്. ട്രംപ് തന്നെ കുടിയേറ്റക്കാരനാണ്, അവരുടെ ഇതാണ്. ഇത് അങ്ങേർക്ക് ഈ തീവ്ര വലതുപക്ഷക്കാരുടെ ഒരു പൊതു സ്വഭാവമാണ്. അവർക്ക് ചരിത്രത്തെക്കുറിച്ചുള്ള ധാരണയില്ല. ഇപ്പോൾ നിലനിൽക്കുന്ന ചില ഉദ്ദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഡിസിഷൻസ് എടുക്കും. അത് രാജ്യത്തിൻ്റെ തന്നെ തകർച്ചയ്ക്ക്, ഏത് രാജ്യമാണെങ്കിലും നമ്മുടെ രാജ്യമാണെങ്കിലും കുടിയേറ്റക്കാരെ തടയുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ സ്റ്റുപ്പിഡിറ്റി വേറെ ഇല്ല. അത് ആ രാജ്യത്തിൻ്റെ ഒരു എന്താ പറയുക, നിലനിൽപ്പിനെ ബാധിക്കും, കെട്ടുറപ്പിനെ ബാധിക്കും. കലർപ്പ് അനുവദിക്കുക എന്നുള്ളത് ഏത് രാജ്യത്തിൻ്റെയും ഏത് ഗോത്രത്തിൻ്റെയും നിലനിൽപ്പിൻ്റെ അടിസ്ഥാന ഘടകമാണ്. അത് ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു കുടുംബം മുതൽ, ഗോത്രം മുതൽ, സമുദായം മുതൽ മുകളിലേക്കുള്ള ഏതിൻ്റെയും വളർച്ചയ്ക്ക് അടിസ്ഥാനം കലർപ്പ് അനുവദിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് തകർച്ച നേരിടുന്നുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ഫാക്റ്റാണ്. ഇത് ട്രംപിനെ സംബന്ധിച്ച് ഇതിനെക്കുറിച്ചുള്ള യാതൊരു തരത്തിലുള്ള ആലോചനയും അദ്ദേഹം നടത്താത്ത തീരുമാനങ്ങളായിട്ടാണ് നമ്മൾ കാണേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിൽ ലാഭം കിട്ടുന്നത് മറ്റ് വിദേശ രാജ്യങ്ങൾക്കാണ്. അതായത് ജർമ്മനി, ഓസ്ട്രേലിയ, കാനഡ, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിലേക്ക് അവരിതിനനുസരിച്ചിട്ടുള്ള ഇളവുകൾ, അവരുടെ കുടിയേറ്റ നിയമങ്ങൾ വരുത്തി ആളുകളെ അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് വഴി ഉണ്ടാകാൻ സാധ്യതയുള്ള റിവേഴ്സ് മൈഗ്രേഷൻ, റിവേഴ്സ് ബ്രെയിൻ ഡ്രെയിൻ ഒക്കെ നമുക്കും ഗുണം ചെയ്യും. ഇന്ത്യക്കും ഗുണം ചെയ്യും. കാരണം അവിടെയൊക്കെ പഠിച്ചു വരുന്ന വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ നിർബന്ധിതരാവുകയാണെങ്കിൽ അത് തീർച്ചയായും നമുക്കും ഗുണം ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. ദീർഘകാലാടിസ്ഥാനത്തിൽ, പെട്ടെന്നല്ല, ദീർഘകാലാടിസ്ഥാനത്തിൽ അവരിവിടെ വന്ന് അവരുടേതായിട്ടുള്ള സംരംഭങ്ങളിലേക്ക് മാറുകയും കാര്യങ്ങൾ ചെയ്യേണ്ടി ഒരു അങ്ങനെ നിർബന്ധിത സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഗുണം ചെയ്യേണ്ടതാണ് എന്നാണ് കരുതേണ്ടത്.